അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ല, ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇന്നലെ സമാപിച്ചു. ഓക്കെ, മുൻ വർഷത്തേക്കാൾ ഉപരി ഒന്നുകൂടെ കുറച്ച് പാറ്റേൺ ഒക്കെ മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് സാധാരണ 2-3 കവിതകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പ്രാവശ്യം 4-5 കവിതകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ 1-2 കവിതകളൊക്കെ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ള കവിതകളാണ്. അതുപോലെ ട്രാൻസ്ലേഷൻ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മസലുകളൊക്കെ തന്നിട്ട് അതിന്റെ മായന എഴുതാനോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പൊതുവെ പാരഗ്രാഫ് ഒന്നുകൂടെ എളുപ്പമായിരുന്നു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ രീതിയിലായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊരു ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ പൊതുവെ മുൻ വർഷത്തേക്കാൾ ഉപരി കുറച്ചൊരു വ്യത്യസ്തമായിട്ടൊരു എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, കൂടുതലായിട്ടും 10ാമത്തെ യൂണിറ്റ് ഒരുപാട് മസലുകളും ട്രാൻസ്ലേഷന് അങ്ങനെ ഒരുപാട് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലുണ്ടല്ലോ, ലാംഗ്വേജ് സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന രീതിയിലുള്ള ഒരുപാട് ലിറ്ററേച്ചർ മനഃപ്പാടമാക്കുന്നതിലുപരി നമുക്ക് ഒരു ലാംഗ്വേജിൽ എത്രത്തോളം സ്കില്ലുണ്ട് എന്ന് അളക്കുന്ന രൂപത്തിലുള്ള എക്സാം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ അല്പം ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, ഒഫീഷ്യൽ ആൻസർ കീ എന്തായിട്ടില്ല, വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു രീതിയിലാണ് പിന്നെ ആൻസർ കീ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം പറയുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇനി ആൻസർ കീ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, അതങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത ആൻസറുകളൊക്കെ നിങ്ങൾക്ക് കമന്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് അൽ ആലിമുല്ലദി അസ്തറൽ ഫത്വ ഫിൽ ജിഹാദ് ദിദ്ദുൽ ഇൻജിലീസി, ഇംഗ്ലീഷുകാർക്കെതിരെ ജിഹാദിന് വേണ്ടി ഫത്വ പുറപ്പെടുവിച്ച പണ്ഡിതൻ ആരാണെന്നാണ്. ഈ 4 ഓപ്ഷൻസുകളും ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. അൽ ആലിമുല്ലദി അസ്തറൽ ഫത്വ ഫിൽ ജിഹാദ് ദിദ്ദുൽ ഇൻജിലീസി, ഇംഗ്ലീഷുകാർക്കെതിരെ ജിഹാദിന് വേണ്ടി പോരാടാൻ വേണ്ടി ഫത്വ പുറപ്പെടുവിച്ച ആലിം പണ്ഡിതൻ ആരാണെന്നാണ്. ഓപ്ഷൻ ഫദ്ലുൽ ഹഖ് ഖൈറബാദി, ഫൈലുൽ ഹസൻ അൻസഹാറൻപൂരി, ഹമീദ് ബിൻ ഫറാഹി, അബ്ദുൽ അസീസ് അൽ മൈമനി. ഓക്കെ, ഹലോ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, അപ്പം ഫദ്ലുൽ ഹഖ് ഖൈറബാദി, ഫൈലുൽ ഹസൻ സഹാറൻപൂരി, ഹമീദ് ബിൻ ഫറാഹിയാണ്. അപ്പം ഇവര് 3 ആളും നമുക്കറിയാം. ഫദ്ലുൽ ഹഖ് ഖൈറബാദി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഫൈലുൽ ഹസൻ സഹാറൻപൂരിയുടെ ശിഷ്യനാണ് ഹമീദ് ബിൻ ഫറാഹി. അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താം. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫദ്ലുൽ ഹഖ് ഖൈറബാദിയാണ് ആൻസർ. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഇസ്തിമാറിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ ഒക്കെ നന്നായിട്ട് പോരാടിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 1859 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിലടക്കുകയും അങ്ങനെ ജസീറത്തു അന്തമാൻ ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുന്നൊക്കെ ഉണ്ട്. അപ്പം ഡയറക്റ്റ് ആൻസർ തന്നെയാണ്, ഫദ്ലുൽ ഹഖ് ഖൈറബാദിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഇംഗ്ലീഷുകാർക്കെതിരെ ജിഹാദിന് വേണ്ടിയിട്ട് ഫത്വ പുറപ്പെടുവിച്ച ആള്. അടുത്തത് അയ്യിൻ സ്വഹീഹ മിന തസ്രീഹൈനി താലിയ, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ സ്വഹീഹ ആയത് കണ്ടെത്താനാണ് പറഞ്ഞത്. 2 സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സ്റ്റേറ്റ്മെന്റ് ഉലിദ നസീബ് അരിള ഫി ഹിംസ്. ഓക്കെയാണ്, അദ്ദേഹം ഹിംസിൽ തന്നെയാണ്, സിറിയക്കാരനാണ് നസീബ് അരിള. ഹിംസിലാണ് അദ്ദേഹം ജനിച്ചത്. വതലഖ ദുറൂസുഹുൽ ഇബ്തിദാഇയ്യ ഫിൽ മദ്രസത്തിൽ ഫറൻസിയ്യ, അവിടെയാണ് നമ്മളെ പോയിന്റ് കിടക്കുന്നത്. വതലഖ ദുറൂസുഹുൽ ഇബ്തിദാഇയ്യ, അദ്ദേഹത്തിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ഫിൽ മദ്രസത്തിൽ ഫറൻസിയ്യ, അദ്ദേഹത്തിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ഫിൽ മദ്രസത്തിൽ ഫറൻസിയ്യ. ഓക്കെ, അദ്ദേഹം ഒരിക്കലും എന്തായിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ
ബാ അസസ നസീബ് അരിള മത്ബഅത്തു അറ്റ്ലാന്റിക് ഫി ന്യൂയോർക്ക് 912 അദ്ദേഹം നസീബ് അരിള ന്യൂയോർക്കിൽ ഒരു മത്ബഅത്തു അറ്റ്ലാന്റിക് പ്രസ് എന്തായിട്ടുണ്ട്, അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നസീബ് അരിളയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം സിറിയൻ ഷായിറാണ്. ഓക്കെ, സിറിയയിൽ നിന്ന് റാബിത്തുൽ കലമിയ അംഗമാണ്. മഹ്ജറിലേക്ക് പോയ ആളാണ്, അമേരിക്ക ന്യൂയോർക്കിലേക്ക്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം, അദ്ദേഹം മിസിൽ തന്നെയാണ് ജനിച്ചത്, അത് ഓക്കെയാണ്. അപ്പൊ തലക്ക ദുറൂസോലി മദ്രസത്തിൽ ഫറൻസിയ, അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം ദാറുൽ മുഅല്ലിമീൻ അറൂസിയ ആയിരുന്നു. അതിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം. അവിടെ വെച്ചാണ് അദ്ദേഹം മീഹായിൽ നുഐമുമായിട്ട് അവര് കൂട്ടുകാരാകുന്നതൊക്കെ. അപ്പൊ ഒരിക്കലും മദ്രസത്തിൽ ഫറൻസിയയിൽ എന്തായിട്ടില്ല, നസീബ് അരിള പഠിച്ചിട്ടില്ല. അറ്റ്ലാന്റിക് ആണ്. അദ്ദേഹം 912 എന്തായിട്ടുണ്ട്, നസീബ് അരിള മത്ബഅത്തു അറ്റ്ലാന്റിക് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ 913 അദ്ദേഹം മജലത്തുൽ ഫുനൂൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ 4 കറക്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇനി അടുത്തത് ലൈസമിൻ ആമാലി നസീബ് അരിള. ഓക്കെ, 2 ക്വസ്റ്റ്യൻ നസീബ് അരിളയെ കുറിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. നസീബ് അരിളയുടെ മുഅല്ലഫാത്തുകളിൽ, അദ്ദേഹത്തിന്റെ വർക്കുകളിൽ പെട്ടതല്ല എന്നുള്ളതാണ്. 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത് ദീഖുൽ ജന്നൽ ഹംസി, അതുപോലെ സൊംസാമ, പിന്നെ ഇഖ്തിസാറു അബി നവാസ്, അത്യാഫു റബി. നസീബ് അരിളക്ക് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വർക്കാണ് അദ്ദേഹത്തിന്റെ ദീവാൻ അർവാഹുൽ ഹായിറ. ഓക്കെ, 95 കസീദ അടങ്ങുന്ന അർവാഹുൽ ഹായിറ. അർവാഹുൽ ഹായിറ 2 ഭാഗമാണ്. ഒന്ന് അലാ ത്വരീഖി ഇറം, 236 ബൈത്തുള്ള അലാ ത്വരീഖി ഇറം. രണ്ടാമത്തേത് ഇഖ്തിലാറു അബി നവാസ്. ഓക്കെ, അത് ഇവിടെ ഓപ്ഷനിലുണ്ട്. ഇഖ്തിസാറു അബി നവാസ് ഇവിടെ ഓപ്ഷനിലുണ്ട്. അടുത്തത് അദ്ദേഹത്തിന്റെ ദീഖുൽ ജുന്നുൽ ഹംസി അദ്ദേഹത്തിന്റെ കവിതയാണ്. അതുപോലെ സൊംസാമയും അദ്ദേഹത്തിന്റെ വർക്കാണ്. അദ്ദേഹം 2 കിസ്സകളാണ്, 2 കഥകളാണ്, 2 സ്റ്റോറികളാണ്. ഒന്ന് ദീഖുൽ ജുന്നുൽ ഹംസിയും അതുപോലെ സൊംസാമയും നസീബ് അരിളയുടെ സ്റ്റോറിയാണ്, കഥയാണ്. ഇഖ്തിസാറു അബി നവാസ് അത് അർവാഹുൽ ഹായിറയുടെ ഒരു ഭാഗമാണ്. അത് അപ്പം ഈ ഫസ്റ്റത്തെ 3 കിതാബുകൾ നസീബ് അരിളയുടെ കിതാബാണ്. എന്നാൽ അത്തിയാഫുർ റബി എന്നുള്ളത് അഹമ്മദ് സക്കി അബു ഷാദിയുടെ കിതാബാണ്. അത്തിയാഫുർ റബി, ഇതിൽ നസീബ് അരിളയുടെ വർക്കുകളല്ലാത്തത് അത്തിയാഫുർ റബി ആണ്. അടുത്തത് ഒരു ബൈത്താണ്. ബൈത്ത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള, നമ്മളെ സാധാരണ നോട്ട്സുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബൈത്താണ്. ഓക്കെ, ഇന്നൽ ഹയാത്ത ഖസീദത്തുൻ അഅമാറുന ബിയാതുന വൽ മൗതു ഫീഹാ കാഫിയ. ജീവിതം ഒരു ഖസീദ പോലെയാണ്, അതിലുള്ള നമ്മുടെ വയസ്സുകൾ ബൈത്തുകളാണ്. എന്നാൽ അതിൽ പിന്നെ മൗതു ഫീഹാ കാഫിയ, അതിലുള്ള കാഫികൾ എന്താണ്, മൗത്താണെന്ന് പറഞ്ഞിട്ട്, മരണമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ആരുടെ കവിതയാണെന്നാണ് ഈ കവിത. നസീബ് അരിള, റഷീദ് അയ്യൂബ്, ഇലിയ അബു മാലി, റഷീദ് സുലൈം ഹൂറി, 4 ആളുകളും അദബുൽ മഹ്ജറിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഓക്കെ, ഈ കവിത ഷാഇറുൽ മഹ്ജർ എന്നറിയപ്പെടുന്ന ഇലിയ അബു മാലിയുടെ കവിതയാണ് ഈ കവിത. ഷാഇറുൽ മഹ്ജർ എന്നറിയപ്പെടുന്ന ഇലിയ അബു മാലിയുടെ കവിതയാണ് ഈ കവിത. ഓക്കെ, അടുത്തത് അശ്ശാഇറുൽ ഉന്ദുലുസി. അശ്ശാഇറുൽ ഉന്ദുലുസി ലുഖിബ ബിൽ ജിനാൻ. ഓക്കെ, ജിനാൻ എന്ന ലഖബിൽ അറിയപ്പെടുന്ന ഉന്ദുലുസിയൻ ഷാഇർ ആരാണ്? ഇബ്നു ഖഫാജ, ഇബ്നു ഹാനി, ഇബ്നു സൈദൂൻ, ഹഫ്സ ബിൻത് സിയാദ്. ഇവര് 4 ആളും ഉന്ദുലുസിയിലെ കവികളാണ്. ഓക്കെ, ഇബ്നു ഹാനി ബുഹ്തരിൽ മുതനബ്ബിൽ ഖറബ് എന്നറിയപ്പെടുന്ന ആളാണ്. ഇബ്നു സൈദൂൻ ബുഹ്തരിൽ ഖറബ് എന്നറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലഖബലമൊക്കെ ഉണ്ട്. ഇബ്നു ഖഫാജ ഷാഇറു ത്വബി എന്നറിയപ്പെടുന്ന ആളാണ്. അതുപോലെ ഇബ്നു ഖഫാജ തന്നെയാണ് പിന്നെ ലുഖിബിൽ ജിനാൻ എന്ന ലഖബിൽ അറിയപ്പെടുന്ന ആള് ഇബ്നു ഖഫാജയാണ്. അതുപോലെ സുംബുരിയിൽ അന്ദുലുസ് എന്ന ലഖബിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബൈത്തുകളൊക്കെ പിന്നെ നദികള്, അതുപോലെ അസ്ഹാറുകള്, പിന്നെ ബുസ്താനുകള്, പൂന്തോട്ടങ്ങള്, ഇതിനെയൊക്കെ വസ്ഫ് ചെയ്തിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജിനാൻ എന്ന ലഖബ് വരുന്നത്. ജിനാന്റെ അർത്ഥം
ബുസ്താൻ ആണ്, ബസാത്തി എന്നാണ് ജിനാൻ എന്നതിന്റെ അർത്ഥം. ഇവിടെ ആൻസർ ഇബ്നു ഖഫാജയാണ്. ഓക്കെ, ഇനി അടുത്തത് اتخذ ഉമർ ഇബ്നു അബി റബീഅ മൗദൂഅത്തു ശിഅരിഹി. ഓക്കെ, ഉമർ ഇബ്നു അബി റബീഅ നമുക്കറിയാം, അദ്ദേഹം ഉമവി പീരീഡിലെ 4 പ്രധാനപ്പെട്ട കവികളാണ് ഉമവി പീരീഡിലുള്ളത്. നമുക്ക് ഫർസഖ്, അതുപോലെ ജരീർ, അതിലെ ഒരാളാണ് ഫർസഖ്, ജരീർ, അഖ്തല്, ഉമർ ഇബ്നു അബി റബിയ. ഉമർ ഇബ്നു അബി റബിയ ഷാഇറുൽ ഗാസിലാണ്. ഓക്കെ, ഉമർ റളിയല്ലാഹു മരിച്ച രാത്രിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ഉമർ ഇബ്നു അബി റബിയ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളെ വസ്ഫ് ചെയ്തിട്ട്, അദ്ദേഹത്തിന്റെ കവിതകൾ മാത്രം സ്ത്രീകളെ വസ്ഫ് ചെയ്തിട്ടുള്ള കവിതകളായിരുന്നു. അപ്പൊ 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, അൽ മർഅത്തുൽ മുതഹല്ലിറ, അൽ മുത്രിഫ. അദ്ദേഹം വസ്ഫ് ചെയ്ത സ്ത്രീകൾ, ഉമർ ഇബ്നു അബി റബിയന്റെ അദ്ദേഹത്തിന്റെ കവിതയിലെ വിഷയങ്ങൾ, ഒന്ന് ആഡംബര രീതിയിലുള്ള നാഗരിക സ്ഥലങ്ങളിൽ ജീവിച്ച സ്ത്രീകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിലെ മൗലൂ. ഓക്കെ, ഒന്നങ്ങനെയാണ്, ആഡംബരമായിട്ട് വളരെയധികം ഇതിൽ ജീവിച്ച സ്ത്രീകളെ കുറിച്ചായിരുന്നു അദ്ദേഹം കവിത എഴുതിയിരുന്നത്. രണ്ടാമത്തേത് അൽ മർഅത്തുൽ ബദവിയ അൽ ജമീലയാണ്, സുന്ദരമായിട്ടുള്ള ഗ്രാമീണ ഇതിൽ ജീവിക്കുന്ന സ്ത്രീകളെയാണ് അദ്ദേഹം അവരെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ വിഷയം എന്നാണ് രണ്ടാമത്തേത്. ഓക്കെ, അപ്പം ഇത് കിതാബിൽ നേരെ പറയുന്നതാണ് അൽ മർഅത്തുൽ മുതഹല്ലിറ അൽ മുത്രിഫ എന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകള് പിന്നെ അൽ മർഅത്തുൽ മുതഹല്ലിറ ദാത്തുൽ അനാഖത്തി വൽ ഹസ്ബ്, നല്ല തറവാടിത്തവും പിന്നെ നല്ല പ്രൗഢിയും ആഡംബരമൊക്കെയുള്ള സ്ത്രീകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിലെ വിഷയങ്ങൾ. ഓക്കെ, അദ്ദേഹത്തിന്റെ കവിതയിലെ വിഷയം. അപ്പം ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വഹീഹാണ്, രണ്ടാമത്തേത് ഗൈറു സ്വഹീഹാണ്. ഓക്കെ, ഇനി അടുത്തത് അശ്ശാഇറുൽ ലദീ ഖറബഹു അബ്ദുൽ മലിക്. വെരി സിമ്പിൾ ആണ്, നമുക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഷാഇറു ബനി ഉമയ്യ എന്ന ലഖബിൽ അറിയപ്പെടുന്ന ഷാഇർ ആരാണ്? 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത് ഫർസഖ് ആണ്, രണ്ടാമത്തേത് അഖ്തലാണ്, പിന്നെ ജരീർ, അദി ഇബ്നു റിഖാ. അദ്ദേഹവും ഉമവി ഷാഇർ തന്നെയാണ്. അദ്ദേഹം ജരീർ ഇബ്നു അത്തിയയുടെ മുആസിർ ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആണ്, ആൻസർ അഖ്തലാണ്. അഖ്തല് അദ്ദേഹം ഷാഇറുൽ ബലാത്ത് ആയിരുന്നു. പിന്നെ അബ്ദുൽ മലിക് മർവാന്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിച്ചതൊക്കെ. അദ്ദേഹം ഷാഇറു അമീറുൽ മുഅ്മിനീൻ, അതുപോലെ ഷാഇറു ബനി ഉമയ്യ എന്ന ലഖബിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ അഖ്തല്. അടുത്തത് ബദഅ ബഹ്റുർ റജിസ്. റജിസ് ബഹർ ആരംഭിച്ചത് ഏത് പീരീഡിലാണുള്ളതാണ്? അസ്റുൽ ജാഹിലി, അസ്റുൽ ഉമവി, അസ്റുൽ ഇസ്ലാമി, അസ്റുൽ അബ്ബാസി എന്ന 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം റജിസ് ബഹർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട, പിന്നെ അറബി സാഹിത്യത്തിൽ, അറബി ഷെയറിൽ വളരെയധികം അറിയപ്പെട്ട ബഹറാണ്. റജിസിൽ എഴുതുന്ന ഖസീദകളൊക്കെ ഉർജൂസ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഉർജൂസ, റജിസിന്റെ ബഹർ, മുസ്തഫിൽ ഇങ്ങനെ 6 പ്രാവശ്യം വരുന്നതാണ് റജിസിന്റെ ബഹർ. റജിസ് ആരംഭിച്ചത് ഫിലാസിൽ ജാഹിലിയ കാലഘട്ടത്തിൽ, ജാഹിലി പീരീഡിൽ തന്നെ എന്തായിട്ടുണ്ട്? റജിസ് ബഹർ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അയ്യിന ജുംലത്ത് സ്വഹീഹ മിമ്മാ യലി. താഴെ കാണുന്നതിൽ നിന്ന് സ്വഹീഹായ ജുംലകൾ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തേതാ ലാ ഷാരിഉൻ മുസ്ദഹിമുൻ, അടുത്തത് മൽ ഹുസൂനു മുനീഉൻ, അടുത്തത് ഇനിൽ അൻഹാറു ഫായിലൻ, അടുത്തത് ലാത്ത വഖ്ത മിസാഹിൻ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 സാധനങ്ങൾ ലാ, ഇൻ, മാ, ലാത്ത, ഇത് ലൈസയുടെ മുശബ്ബഹാത്താണ്. ഓക്കെ, ലൈസയുടെ മുശബ്ബഹാത്താണ്. ലൈസന്റെ ആമിൽ നമുക്കറിയാം ഇസ്മിന് റഫും ഖബറിന് നിസ്ബും ആണ് ലൈസയുടെ ലൈസ അമല് ചെയ്യുന്നത്. അതിന്റെ മുശബ്ബഹാത്താണ് ഈ 4 സാധനങ്ങൾ, ഇൻ, മാ, ലാത്ത എന്നുള്ളത്. അപ്പൊ ഇത് 4 വരുമ്പം എന്ത് ചെയ്യണം? ഇത് 4 എന്ത് ചെയ്യും? ഇത് 4 ഇസ്മിന് റഫും ഖബറിന് നസ്ബും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ എടുക്കുമ്പോൾ ലാ ഷാരി ഉൻ മുസ്ദഹിമുനോ ശരിയല്ല, കാരണം ലാ ഷാരി ഉൻ മുസ്ദഹിമുൻ ഇവിടെ ഇസ്മിനും ഖബറിനും റഫ് ആണ് ചെയ്തത്. രണ്ടാമത്തേത് ഇപ്പം മൽ ഹുസൂനു മുനീഉൻ, അതും എന്തല്ല, ശരിയല്ല. ഇനി മൂന്നാമത്തേത് ഇനിൽ അൻഹാറു, ഒക്കെയാണ്, ഇസ്മിന് എന്തായിട്ടുണ്ട്? റഫു ചെയ്തിട്ടുണ്ട്, ഖബറിന് നസ്ബും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിൽ അൻഹാറു, അൻഹാർ എന്നുള്ളത് എന്താണ്? ഇനിൽ അൻഹാറു ഫാഇലത്തൻ എന്ന് വരണം. ഓക്കെ, രണ്ടും ജം ആയിട്ട് മുഅന്നസ് ആയിട്ട് ഇനിൽ അൻഹാറു ഫാഇലത്തൻ എന്ന് വരണം.
4 ലാത്ത വക്ത മിസാഹിൻ. ഓക്കെ, ഇപ്പൊ ലാത്തക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത്? ലാത്ത എന്നുള്ളത് ഇസ്മിന് റഫും ഖബറും നസ്ബുമാണ്. പക്ഷെ ലാത്ത വരുമ്പോ എന്ത് ചെയ്യും? ഒന്നിരിക്കൽ ഇസ്മിനെ അല്ലെങ്കിൽ ഖബറിനെ എന്ത് ചെയ്യണം? കളയണം. ഇസ്മിനെ ഖബറിനെ എന്ത് ചെയ്യും? കളയും. ഇവിടെ എന്തായിട്ടുണ്ട്? ഇസ്മിനെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാത്ത വഖ്തു വക്ത മിസാഹിൻ എന്നുള്ളത്, ലാത്ത വഖ്തു വക്ത മിസാഹിൻ എന്നുള്ളത്, ഇവിടെ ഇസ്മിനെ കളഞ്ഞിട്ട് ലാത്ത വക്ത മിസാഹിൻ എന്നുള്ളത് എന്താണ്? ശരിയാണ്, ഇസ്മിന് റഫ് ആണ്, ഖബറിന് എന്താണ്? നസ്ബാണ്. ഓക്കെ, ഓപ്ഷൻ 4 ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഒരു ട്രാൻസ്ലേഷൻ ആണ്. കലിമത്തു ഡിപ്രഷൻ. ഡിപ്രഷൻ എന്നുള്ള വേർഡ്, അതിന്റെ കറക്റ്റ് അറബിക് ട്രാൻസ്ലേഷൻ എന്താണുള്ളതാണ്. അപ്പോ നമുക്ക് എല്ലാ ആൻസറും ശരിയായിക്കൂടെന്ന് തോന്നും. ഓക്കെ, അപ്പം ഈ NTA എക്സാമിന് അവർ വളരെയധികം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മൾ ട്രാൻസ്ലേഷനിൽ നൽകേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഉദാഹരണത്തിന് തവത്തുർ, അതുപോലെ മുലായക, കആബ, മലൽ. 4 ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. തവത്തുർ നമുക്കറിയാം, തവത്തുർ ടെൻഷൻ ആണ് തവത്തുർ. ഓക്കെ, മുലായക ഹരാസ്മെന്റ് എന്ന് പറയും, മുലായക. ഓക്കെ, കആബ, മലല് നമുക്കറിയാം, ബോറൊക്കെയാണ് മലൽ എന്ന് പറയാം. അപ്പൊ കറക്റ്റ് ആൻസർ കആബ. കആബത്താണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡിപ്രഷന്റെ കറക്റ്റ് ആൻസർ കആബത്താണ്. ഇനി അടുത്തത് ഒരു ഇസ്തിലാഹാത്താണ്. നമുക്ക് ഹുകൂമത്ത് തസ്രീഫുൽ അഅ്മാൽ അല്ലാത്ത എന്താ വേണ്ടത് ഒരു ഇസ്തിലാഹത്താണ് അടുത്ത് നൽകിയിട്ടുള്ളത്. ഹുകൂമത്ത് തസ്രീഫുൽ അഅ്മാൽ, ഇന്ററിം ഗവൺമെന്റ്, ടെമ്പററി ഗവൺമെന്റ്, ട്രാൻസാക്ഷണൽ ഗവൺമെന്റ്, അതുപോലെ കെയർ ടേക്കർ ഗവൺമെന്റ്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാനുള്ള, അതായത് നമുക്ക് ഡയലി പത്രങ്ങൾ വായിക്കുന്ന, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്ന, അങ്ങനെയൊക്കെ. ഓക്കെ, നമുക്കൊക്കെ ശരിയായി തോന്നും. ടെമ്പററി ഗവൺമെന്റ് അൽ ഹുക്കൂമത്തുൽ മുഅക്കിത, അല്ലെങ്കിൽ ഹുക്കൂമത്തു. അടുത്തത് ട്രാൻസ്നാഷണൽ ഗവൺമെന്റ് അൽ ഹുക്കൂമത്തുൽ ഇന്തിഖാലിയ. ഓക്കെ, ഒക്കെ താൽക്കാലിക ഗവൺമെന്റ് ആണ്. പക്ഷേ ഹുക്കൂമത്ത് തസ്രീഫുൽ അഅ്മാലിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആയിട്ട് വരുന്നത് കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. ഓക്കെ, കെയർ ടേക്കർ ഗവൺമെന്റ്. അടുത്തത് കലിമത്തുൻ യതവഅദു. യതവഅദു എന്ന വേർഡിന്റെ അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ടു മേക്ക് എ പ്രോമിസ്, അതുപോലെ ടു ഗീവ് എ വേർഡ്, അതുപോലെ ടു മേക്ക് എ പ്ലഡ്ജ്, അതുപോലെ ടു റിട്ടേൺ. ഓക്കെ, അപ്പോ നമുക്കറിയാം പ്രോമിസ് നമ്മൾ സാധാരണ വാഴത്, വാഴതാണ് പ്രോമിസിന് ഉപയോഗിക്കുക. അതുപോലെ പ്ലഡ്ജിന് നമ്മൾ അഹദാന്ന് ഉപയോഗിക്കും, അഹിദ. ഓക്കെ, പ്ലഡ്ജ്. ഇവിടെ കറക്റ്റ് ആൻസർ തവഅദ. തവഅദ എന്നുള്ളത് തഹദ്ദദ എന്നുള്ള അർത്ഥത്തിനാണ് തവഅദ വരുന്നത്. ടു റിട്ടേൺ എന്നുള്ള ഇതാണ് ഇവിടത്തെ കറക്റ്റ് ആൻസർ. തവഅദ തഹദ്ദദ. ഓക്കെ, ഭീഷണിപ്പെടുത്തുക, റിട്ടേൺ. ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ. നമുക്ക് ഒറ്റ ഈ നാല് ട്രാൻസ്ലേഷനിൽ ഒരൊറ്റന്ന് ശരിയായാൽ തന്നെ, ഒറ്റന്നിന്റെ ആൻസർ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഈ നാലിലേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇങ്ങനെ ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് ഖുദൂമ്, രണ്ടാമത്തെ തഖ്ദീം, തഖാദും, ഇസ്തിഖ്ദാം. ഓക്കെ, അപ്പം ഖുദൂമ് വെരി സിമ്പിൾ ആണ്. ഖുദൂമ്, ഓക്കെ, ടു കം, വരവ്, ഒരാൾ വരുന്നത്. ഓക്കെ, വരവ്, ഖുദൂം, ടു കം. ഇത് തഖ്ദീമാണ്. തഖ്ദീം നമുക്ക് എല്ലായിടത്തും കേട്ടുപരിചയമുള്ള സാധനമാണ്. തഖ്ദീം പ്രസന്റ് ചെയ്യുക. ഓക്കെ, തഖ്ദീം പ്രസന്റേഷൻ, പ്രസന്റ് ചെയ്യുക. ഇത് തഖാദുമാണ്. തഖാദും ടു ഗ്രോ ഓൾഡ്. ഇസ്തിഖ്ദാം റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഹയറിംഗ്, റിക്രൂട്ട്മെന്റ്, അതിനൊക്കെയാണ് ഇസ്തിഖ്ദാം ഉപയോഗിക്കുക. ഇവിടുത്തെ ഓപ്ഷൻ ഓക്കെ ഖുദൂമ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്തത് ഉംലത്തു ലബനാൻ ആണ്. ലുബനാന്റെ കറൻസി ഏതാ എന്നാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദീനാറ്, റിയാല്, ദിർഹം, ലീറ. ദീനാറ്, റിയാല്, ദിർഹം, ലീറ. നമുക്കറിയാം ദീനാർ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾ കുവൈത്ത്, ഇറാഖ്, ലിബിയ, അതുപോലെ ഉറുദുൻ, ജസാഇർ, ബഹ്റൈനൊക്കെയാണ് ദീനാർ ഉപയോഗിക്കുന്നത്. അതുപോലെ റിയാൽ ഉപയോഗിക്കുന്ന 4 രാജ്യങ്ങളാണ്. സൗദി, യമൻ, ഒമാൻ, ഖത്തറൊക്കെയാണ് റിയാൽ ഉപയോഗിക്കുന്നത്. ദിർഹം ഉപയോഗിക്കുന്ന 2 രാജ്യങ്ങളാണ്, ഇമാറാത്ത്, അതുപോലെ മൊറോക്കോ. ഇവിടെ ആൻസർ ലുബനാന്റെ കറൻസി ഏതാണെന്ന് വെച്ചാൽ ലീറയാണ്. ലുബനാന്റെ കറൻസി. ലീറ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന 2 കൺട്രികളാണുള്ളത്. ഒന്ന് ലുബനാനും രണ്ടാമത്തേത് സിറിയയും. ഇവിടുത്തെ ആൻസർ, കറക്റ്റ് ആൻസർ ലീറ ഇസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 11 ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഫിറഈ ദുക്തൂർ മുഹമ്മദ് മന്ദൂറിന്റെ അഭിപ്രായത്തിൽ അൽ അദബുൽ മഹ്മൂസ് എന്ന്
എന്നത് ഏത് പീരീഡിനെയാണ് അദബുൽ മഹ്മൂസ് എന്നറിയപ്പെടുന്നത്? മുഹമ്മദ് മന്ദൂറിന്റെ അഭിപ്രായത്തിൽ അദബുൽ മഹ്മൂസ് എന്നറിയപ്പെടുന്ന പീരീഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഉമവി എന്ന അദബുൽ മഹ്മൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യം അദബ് ഏതാണ്? അദബുൽ ഉമവിയാണോ, അദബുൽ മഹിജരിയാണോ, അദബുൽ അബ്ബാസിയാണോ, അദബുൽ ഹദീസ് ആണെന്നോ ചോദ്യം. ഇവിടുത്തെ ആൻസർ അദബുൽ മഹിജർ എന്നാണ്. നമുക്ക് അടിച്ചു നോക്കിയാൽ കാണാം. അദബുൽ മഹ്മൂസ് എന്നതുകൊണ്ട് മുഹമ്മദ് മന്ദൂർ അർത്ഥമാക്കുന്നത് അദബുൽ മഹിജർ ആണ്. നമുക്കറിയാം അദബുൽ മഹിജർ ലുബ്നാനിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ അമേരിക്ക ഷിമാലിയയിലേക്കും ജനൂബിയിലേക്കൊക്കെ അവർ പോയിട്ട് അവർ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ അവര് കവിതകളും നസറുകളൊക്കെ എഴുതുന്നുണ്ട്. അതിനെയാണ് അദബുൽ മഹ്മൂസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് അദബുൽ മഹ്മൂസ് പറയുന്നത്. പക്ഷെ അദബുൽ മഹ്ജറിയിലാണ് അദബുൽ മഹ്മൂസ് എന്തായിട്ടുള്ളത് കൂടുതലായിട്ട് നടക്കുന്നത്. അതിന് മസലായിട്ട് പിന്നെ നസീബ് അരിയുടെ കവിതയും അതുപോലെ മിഹായിൽ ഒയ്മയുടെ കവിതകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മളെ ഈ കോണ്ടസ്റ്റില് അദബുൽ മഹ്മൂസ് എന്ന് മന്ദൂർ പറയുന്നത് അദബുൽ മഹ്ജറിനെ കുറിച്ചാണ്. അദബുൽ മഹ്ജർ ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് അൽ അദബുൽ അറബി ലം യകുൻ ഷാഇയൻ. അറബി സാഹിത്യം ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ കൺട്രികളിൽ അറബി സാഹിത്യം എന്തെല്ലാം? അറബി സാഹിത്യം പ്രചരിച്ചിട്ടില്ല, കൂടുതൽ ഷാഇ അല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് ഓപ്ഷൻ ബ്രസീലാണ്, രണ്ടാമത്തത് ചിലിയാണ്, മൂന്നാമത്തത് ഇക്വഡോർ ആണ്, അടുത്തത് അർജന്റീനയാണ്. അപ്പോ ബ്രസീൽ നമുക്കറിയാം റാബിത്തത്തുൽ കലമിയോ ഒക്കെ ബ്രസീലിലാണ്. സോറി, അസ്ബത്തുൽ ഉന്ദുലുസിയ ബ്രസീലിലാണ്, അസ്ബത്തുൽ ഉന്ദുലുസിയ. പിന്നെ അർജന്റീനയിലാണ് റാബിത്തത്തുൽ ഉദബ എന്നൊരു സംഘടന, നമുക്ക് പഠിക്കാനില്ല. റാബിത്തത്തുൽ ഉദബ അർജന്റീനയിലാണ് റാബിത്തത്തുൽ ഉദബ. പിന്നെ ചിലിയിൽ ഒരുപാട് അറബിക്, നമ്മളിങ്ങനെ പറഞ്ഞു നോക്കണ്ട, അറബിക് മാഗസിനുകളൊക്കെ വളരെയധികം അറബിക് സാഹിത്യങ്ങൾ പറയുന്ന മാഗസിനുകളൊക്കെ ചിലിയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഇക്വഡോറിലേക്ക് എത്താനാണ്. ഇക്വഡോറിൽ അറബിക് സാഹിത്യം കൂടുതൽ ഷാഇ അല്ല എന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. കറക്റ്റ് ആൻസർ നമുക്ക് ആൻസർ കീ വന്നിട്ട് നോക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു പോകണം. അടുത്തത് വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് അതിന് കുറച്ച് സമീർ ഇലിയാബുമാൽ രണ്ട് ജരീദയും അതുപോലെ അതിന്റെ റഈസു തഹ്രീറും അതിന്റെ ചീഫ് എഡിറ്റർമാരെയും തന്നിട്ടുണ്ട്. അതിൽ യോജിക്കാത്ത ഓപ്ഷൻ കണ്ടെത്താനാണ്. നമുക്കറിയാം സമീർ ഇലിയാബുമാലി മഹ്ജറാണ്, ഷാഇറുൽ മഹ്ജറാണ്, അദ്ദേഹത്തിന്റെ പത്രമാണ്, അദ്ദേഹത്തിന്റെ ജരീദയാണ് സമീർ. രണ്ടാമത്തത് സായിഹ് അബ്ദുൽ മസീഹ് ഹദ്ദാദ്, നമുക്കറിയാം അദ്ദേഹം റാബിത്തുൽ കലമിയയിലെ ആളാണ്. മസീഹ് ഹദ്ദാദ് റാബിത്തുൽ കലമിയിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങളാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ സാഹിയും അതുപോലെ നസീബ് അരിളയുടെ മജല്ലത്തുൽ ഫുനൂൻ. ശേഷം വരുന്നുണ്ട് ഫുനൂൻ. ഇനി അടുത്തത് ഫുനൂനാണ്, നസീബ് അരിള, അതും ഓക്കെയാണ്. ഇനി അടുത്തത് അസ്ബയാണ്. അസ്ബത്തുൽ അന്ദുലുസിയ. പിന്നെ അസ്ബത്തുൽ അന്ദുലുസിയക്ക് പ്രധാനമായിട്ടും 2 പത്രങ്ങളാണുള്ളത്. ഒന്ന് മജല്ലത്തുൽ അസ്ബയായിരുന്നു, ഒന്ന് അന്ദുലുസുൽ ജദീദയായിരുന്നു ഒന്നാമത്തേത്. അതിന്റെ സ്വാഹിബായിട്ട് അതിന്റെ ആള് ശുക്രുല്ലാഹി ജറായിരുന്നു. രണ്ടാമത്തെ അവരുടെ പത്രം മജല്ല അസ്ബത്തുൽ ഉന്ദുലുസിയ ആയിരുന്നു. അതാണ് അസ്ബത്തുൽ ഉന്ദുലുസിയ. അസ്ബത്തുൽ ഉന്ദുലുസിയുടെ ചീഫ് എഡിറ്റർ ഹബീബ് മസ്ഊദ് ആയിരുന്നു. അസ്ബത്തുൽ ഉന്ദുലുസിയുടെ ചീഫ് എഡിറ്റർ. വിശാൽ മാലൂഫ് അസ്ബത്തുൽ ഉന്ദുലുസിയുടെ മുഅസ്സിസ് ആണ്. പക്ഷെ എന്നാൽ അതിന്റെ മാഗസിൻ ആയിട്ടുള്ള അസ്ബത്തുൽ ഉന്ദുലുസിയുടെ ചീഫ് എഡിറ്റർ ഹബീബ് മസ്ഊദ് ആയിരുന്നു. അപ്പം ഇവിടെ ശരിയല്ലാത്ത ആൻസർ ഓപ്ഷൻ 4 ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ലൈസ മിൻ അഅ്ലാഇ അസ്ബത്തുൽ ഉന്ദുലുസിയ. അസ്ബത്തുൽ ഉന്ദുലുസിയയിലെ അതിൽ പെട്ടതല്ലാത്ത അംഗം, അതിൽ പെട്ടത് പിന്നെ ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിലൊരാള് അസ്ബത്തുൽ ഉന്ദുലുസിയയുടെ മെമ്പർ അല്ല. അതാരാണെന്ന് കണ്ടെത്താനാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ അസ്ബത്തുൽ ഉന്ദുലുസിയ, റാബിത്തുൽ കലമിയ, അതുപോലെ അപ്പോളോ, മദ്രസത്തു അപ്പോളോ, ഇതിലൊക്കെയുള്ള ഏകദേശം എല്ലാ പേഴ്സണെയും നമ്മൾ പഠിച്ചെക്കേണ്ട ഒരു രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നത്. നമുക്കറിയാം അസ്ബത്തുൽ ഉന്ദുലുസിയ സാമ്പോളയിലാണ് അസ്ബത്തുൽ ഉന്ദുലുസിയ സ്ഥാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇതിൽ പിന്നെ ഇല്യാസ് ഫറഹാത്ത് അസ്ബത്തുൽ ഉന്ദുലുസിയയുടെ മെമ്പറാണ്. നമുക്കറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്, സിമ്പിൾ ആണ്. റഷീദ് സുലൈമൂരി എന്താണ് അസ്ബത്തുൽ ഉന്ദുലുസിയുടെ മെമ്പറാണ്. റസീം ഹുലൈമൂരി. ഇനി 2 ഓപ്ഷനാണുള്ളത്, ഇസ്കന്ദർ കർബാജും അതുപോലെ ഇബ്രാഹിം നാജിയും. ഇവര് രണ്ടാളെയും അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇബ്രാഹിം നാജി എന്താണ് മദ്രസത്ത് അപ്പോളോയുടെ മെമ്പറാണ് ഇബ്രാഹിം നാജി. അപ്പോ
അപ്പം ഇബ്രാഹിം നാജിയാണ് ഈ അസ്ബത്തുൽ ഉന്ദുലുസിയിൽ പെട്ടതല്ലാത്ത മെമ്പർ. ഓക്കെ, ഇസ്കന്ദർ കർബാജ് അസ്ബത്തുൽ ഉന്ദുലുസിയിൽ പെട്ട മെമ്പറാണ്. അപ്പം ഇസ്കന്ദർ കർബാജും അതുപോലെ ഇല്യാസ് ഫർഹാത്തും റഷീദ് സുലൈം ഹുറിയും അസ്ബത്തുൽ ഉന്ദുലുസിയിലെ മെമ്പറാണ്. എന്നാൽ ഇബ്രാഹിം നാജി മദ്രസത്തു അപ്പോളയിലെ മെമ്പറാണ്. ഈ ക്വസ്റ്റ്യനിൽ ഇബ്രാഹിം നാജി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് അഅ്മാലു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ വർക്കുകളാണ് സുദ്റത്ത് ബിൽ ഇംഗ്ലീസിയ. ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ വർക്കുകൾ ഏതൊക്കെയാണെന്നാണ്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത് അർവാഹുൽ മുതമദ്ദിദ, അൽ മജ്നൂൻ, അത്താഇഹ്, റംല് വസബദ്. അത്താഹി എന്നുള്ളത് ജിബ്രാന്റെ മരിച്ചതിന് ശേഷം അദ്ദേഹം രചിച്ച കിതാബാണ്. മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്ത കിതാബാണ് അത്താഇഹ്. പിന്നെ ആലിഹത്തുൽ അർള്, മജ്നൂൻ, റംല് വസബദ്, ദംഅത്തും ഇബ്തിസാമ, സാബിഖ്, മജ്നൂൻ, താഇഹ്, നദീഖത്തുൻ നബി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് 905 മുതൽ 918 വരെ അദ്ദേഹം അറബിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചന. ഓക്കെ, അദ്ദേഹത്തിന് 5 കിതാബാണ്, അറബിയിലുള്ള 5 കിതാബുകളാണ് ഉള്ളത്. ആ 5 കിതാബാണ്. ഒന്ന് അൽ മുസീഖ, രണ്ടാമത്തത് അറായിസുൽ മുറവ്വജ്, അടുത്തത് അർവാഹുൽ മുതമദ്ദിദ, അജ്നിഹത്തുൽ മുതകസ്സിറ, ദംഅത്തും ഇബ്തിസാമ. ഇവിടെ ഓപ്ഷനിൽ അർവാഹുൽ മുതമദ്ദിദ ഈ അദ്ദേഹത്തിന്റെ അറബി കിതാബാണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിൽ ദംഅത്തും ഇബ്തിസാമ അദ്ദേഹത്തിന് അറബിയിലുള്ള കിതാബാണ്. നാലാമത്തെ ഓപ്ഷനിൽ അറായിസുൽ മുറവ്വജ് എന്നുള്ള അദ്ദേഹത്തിന്റെ റിവായയാണ്. ഓക്കെ, അറായിസുൽ മുറവ്വജ് അദ്ദേഹത്തിന് അറബിയിലുള്ള റിവായയാണ്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് സാബിഖ്, മജ്നൂൻ, അത്താഹി, ഹദീഖത്തുൻ നബി. ഈ 4 കിതാബും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള രചനയാണ്. ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് മിഹായിൽ നുഐമയെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ്. മിഹായിൽ നുഐമ. ഓക്കെ, മിഹായിൽ നുഐമ ദറസ മിഹായിൽ നുഐമ ഫി റൂസിയ അൽ മിൻഹ ലിമുദ്ദത്തി 5 സനവാത്ത്. ഓക്കെ, അദ്ദേഹം മിഹായിൽ നുഐമ എന്തായിട്ടുണ്ട്? റഷ്യനിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അൽ മിൻഹ. ഓക്കെ, അദ്ദേഹം സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ 5 വർഷമാണ് അദ്ദേഹം പഠിച്ചത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഷാറക്ക മിഹായിൽ നുഐമ ഫിൽ ഖിതാൽ ഹിലാൽ ഹർബിൽ ആലമിയത്തിൽ ഉല. 1-ാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തിൽ എന്തായിട്ടുണ്ട്? അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. പിന്നെ മിഹായിൽ നുഐമ എന്തായിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം ദാറുൽ മുഅല്ലിമീൻ റൂസിയയിലാണ്. പിന്നെ അദ്ദേഹം അവിടെ പൂർത്തിയാക്കാതെ അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയും റഷ്യയില് വോൾട്ടാവയിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 5 വർഷം അവിടെ പഠനം പൂർത്തിയാക്കിയിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ഷാറക്ക മിഹായിൽ നുഐമ ഫിൽ ഖിതാൽ. മിഹായിൽ നുഐമ എന്തായിട്ടുണ്ട്? അദ്ദേഹം ഹദമ ഫിൽ ജയ്ഷിൽ അമരീക്കി. ഓക്കെ, അമേരിക്കൻ പട്ടാളത്തിലൊക്കെ എന്തായിട്ടുണ്ട്? അദ്ദേഹം ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണ് മിഹായിൽ നുഐമ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായിട്ടുണ്ട്? ഈ ഒരു 1-ാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളതായിട്ട് എന്തായിട്ടുണ്ട്? കാണുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ഒരു നിലക്ക് ഈ 2 ഓപ്ഷനും എന്താണ്? 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ആൻസർക്ക് വന്നിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ യതനാവലു അസാസൻ. അതിൽ പ്രധാനമായിട്ടും എന്ത് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആവുന്നതെന്നാണ് മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിൽ. നമുക്ക് വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉലൂമുൽ ലുഗത്തി വൽ അദബി വൻ നഖദ്. നഖദും ക്രിറ്റിസിസം, അതുപോലെ സാഹിത്യം, ലിറ്ററേച്ചർ, ലുഗത്ത്, ഇതൊക്കെയാണോ അതിലുള്ളത്? അതുപോലെ സിയാസത്ത്, ഇമ്രാനിയാത്ത്, ജോഗ്രഫി, അതുപോലെ രാഷ്ട്രീയം, നാഗരികത, ഭൂമിശാസ്ത്രം, മറ്റ് അറിവുകൾ, അതൊക്കെയാണ് അതിലുള്ളത്. അയലാമുൽ അദബ് വശേഖർ മിനൽ ഉന്ദുലുസി ഇഫ്രീഖിയ ഷിമാലിയ. ഓക്കെ, അതിലെ ഉന്ദുലുസിലെ പ്രധാനപ്പെട്ട ഷേഖർ, അതുപോലെ സാഹിത്യത്തിന്റെ ആളുകളെ കുറിച്ചാണോ? അതുപോലെ അഖ്ബാർ ഉദബ വശുഅറ, അറബി, അതുപോലെ അനറബി, അതിലെ ഷുഅറാക്കൾ, ഉദബാക്കൾ, അവരുടെ അഖ്ബാറുകളാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ മുഖദ്ദിമയിൽ കാര്യമായിട്ട് പറയുന്നത് നാഗരികത, അതുപോലെ മുഖദ്ദിമയുടെ 1-ാമത്തെ ബാബ് തന്നെ, 1-ാമത്തെ കിതാബിനാൽ കിതാബ് ഫിൽ ഇമ്രാൻ എന്നാണ്. ഓക്കെ, നാഗരികതയിലാണ് 1-ാമത്തെ കിതാബ്. അപ്പൊ രാഷ്ട്രീയ, നാഗരികത, സിയാസത്ത്, അതുപോലെ ജോഗ്രഫി ഒക്കെയാണ് മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിൽ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് കശ്ഫുൽ ദുനൂൻ ആണ്. കശ്ഫുൽ നമുക്കറിയാം ഹാജി ഖലീഫയുടെ കിതാബാണ്. മുസ്തഫ ബിൻ അബ്ദുല്ല എന്നറിയപ്പെടുന്ന ഹാജി ഖലീഫയുടെ കിതാബാണ് കശ്ഫുൽ ദുനൂൻ. കശ്ഫുൽ ദുനൂൻ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത് എന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അസ്മാഉൽ മലലി വന്നഹ്ല്, അതുപോലെ അസ്മാഉൽ മിലലി വന്നഹ്ല്, അതുപോലെ അസ്മാഉ ആലാഫിൽ കുതുബി മുഅല്ലിഫിഹ, അഹ്വാലുൽ ഉമറാ വൽ മുലൂക്കി. ഓക്കെ, പിന്നെ രാജാക്കന്മാരുടെയും ഉമറാക്കളുടെയും അവസ്ഥകൾ, അവരുടെ സിറ്റുവേഷൻസുകളൊക്കെയാണ് പറയുന്നത്. അതുപോലെ അഖ്ബാറു അലാമിൽ ഉലൂമി ഫുനൂനി. ഓക്കെ,
മിനൽ ഉസൂരിൽ ഫുസ്ത, മിനൽ ഉസൂരിൽ ഫുസ്ത, മധ്യകാലഘട്ടത്തിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. കശ്ഫ് ദുനൂൻ സിമ്പിൾ ആണ്, നമുക്കറിയാം. അസ്മാഉ ആലാഫിൽ കുത്തുബ്, ഒരുപാട് കിതാബുകളുടെ പേരുകളും അതിന്റെ മുഅല്ലഫാത്ത് അതിന്റെ മുഅല്ലിഫീങ്ങളെ കുറിച്ചാണ് കശ്ഫ് ദുനൂൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് വഫിയാത്തുൽ അയ്യാൻ, ഇബ്നു ഖല്ലീഖാന്റെ കിതാബാണ്. ഖാളി ഇബ്നു ഖല്ലീഖാന്റെ കിതാബാണ് വഫിയാത്തുൽ അയ്യാൻ. അതിൽ ഏത് കാര്യം എന്തൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട മൗളു ആണ് ചോദിക്കുന്നത്. ഒന്നാമത് നമുക്കറിയാം അസീറു തറാജിം. ഓക്കെ, സീറ, തർജം, ബയോഗ്രഫി, അതുപോലെ തർജമകൾ, സീറ, തറാജിം, അല്ലെങ്കിൽ ശരീഅത്തുൽ ഇസ്ലാമിയ, ഫൽസഫത്തുൽ ഇസ്ലാമിയ, ഫിഖ്ഹുൽ ലുഗ, ഇങ്ങനെ 4 ഓപ്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമുക്കറിയാം. വഫിയാത്തുൽ അയ്യാൻ അദ്ദേഹം അതിൽ പിന്നെ ഇബ്നു ഖല്ലീഖാൻ 800-ലധികം ആളുകളുടെ തർജമകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പിന്നെ സ്വഹാബത്തിന്, അതുപോലെ താബീങ്ങൾ, ഖുലഫാക്കളുടെ ഒക്കെ തർജമകൾ കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ. അവർ പിന്നെ ഖുലഫാക്കളെയും അതുപോലെ താബീങ്ങളൊക്കെ പറയാൻ ഒരുപാട് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ കൂടുതൽ പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീറു തറാജിമാണ് ഈ വഫിയാത്തുൽ അയ്യാനിലെ മൗദൂ. ഓപ്ഷൻ 1 ഈസ് എ കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്തത് കലിമത്തു മദീന അല്ലത്തി മഅനാഹ സിറ്റി. ഓക്കെ ആണല്ലോ, മദീനയുടെ അർത്ഥം സിറ്റിയാണ്. മുസ്തഖത്തുൻ മിൻ. ഈ ക്വസ്റ്റ്യന് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അങ്ങനെ പലതിലേക്കും നമുക്ക് പല ഓപ്ഷനിലേക്കും നമുക്ക് എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ പറയാം. അപ്പം 4 ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് മദന്, രണ്ടാമത്തത് ദൈന്, ഓക്കെ, 3 ദൂന്, ദാന. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് മദീനത്ത് എന്നുള്ളത് മദീനത്ത് എന്നുള്ളത് അതിന്റെ മുദക്കറാണ് എന്ത്? മദീന് എന്നുള്ളത്. ഓക്കെ, മദീനത്തിന്റെ മുദക്കറാണ് മദീന്. അപ്പൊ മദീന് വരുന്നത് ദാന യുദീനു ദൈനാണ് മദീനത്ത് വരുന്നത്. ഓക്കെ, മദീന് ദാന യുദീനു ദൈന് എന്നുള്ളതിൽ നിന്നാണ് മദീനത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദൈനാണ് ഇവിടുത്തെ, ദൈനിൽ നിന്നാണ് മദീനത്ത് പിടിക്കപ്പെട്ടത് എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഒരു വിഷയം നമുക്കറിയാം, മദീനത്തിന്റെ അർത്ഥം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന സ്ഥിതിയിൽ എന്നതാണ് മദീനത്തിന്റെ അർത്ഥം. ഓക്കെ, അർബൻസ് എന്നൊക്കെ, മദന എന്ന് പറഞ്ഞാൽ അർബൻസ് എന്നൊക്കെ കാണിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മദന. അപ്പം അതിന്റെ സിഫത്തുൽ മുശബ്ബഹ ആയിട്ട് ഫഈലത്ത് വസ്നില് മദീനത്ത് വന്നതാണ് എന്നെന്ത് ചെയ്യാം, മദന എന്നതിൽ നിന്നാണ് മദീനത്ത് പിടിക്കപ്പെട്ടത് എന്നെന്ത് ചെയ്യാം പറയാം. ഓക്കെ, മദന, അതുപോലെ ദൈന്, ഇങ്ങനെ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആൻസർ കീ വന്നിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഇങ്ങനെ രണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അൽ ഫിഅ്ലു ഖാഫ യഖാഫു എന്നുള്ളത് ഏത് ബാബിൽ പെട്ടതാണുള്ളതാണ്. ഓക്കെ, നമുക്ക് സുലാസി മുജറദിലെ 5 ബാബുകളാണ്. ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു, ഓക്കെ, ഫഉല യഫ്ഉലു, ഇങ്ങനെ 5 ബാബാണ്. അപ്പം ഖാഫ യഖാഫു ഏതിൽ ബാബിൽ പെട്ടതാണ്? നസറ യൻസുറു ആണോ, അല്ലെങ്കിൽ ലറബ യദ്രിബു ആണോ, സമിയ യസ്മഉ ആണോ, ഫതഹ യഫ്തഹു ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം ഖാഫ യഖാഫു എന്നുള്ളത് സമിയ യസ്മഉ വസനിൽ പെട്ടതാണ്. ഖാവിഫ യഖ്വഫു ആണ്. ഓക്കെ, പിന്നെ അലിഫ് കൊടുത്തിട്ട് ഖാഫയാവും, ഖാഫ യഖാഫു എന്നുള്ളതാവും. ആ വസനിലാണ്. അതുപോലെ ഫരിഹ യഫ്റഹു, ഓക്കെ, ഇതൊക്കെ ആ വസനിലാണ്. ശരീബ യസ്റബു, ഓക്കെ, സമിയ യസ്മഉവിന്റെ വസനിലാണ്. ഖാവിഫ യഖ്വഫു ആണ്. അപ്പോൾ ഖാഫ യഖാഫു മിൻ ബാബി സമിയ യസ്മഉ. ഓക്കെ, ഇനി അടുത്തത് കലിമത്തു റുവൈദ എന്നുള്ളതാണ്. നമുക്കറിയാം റുവൈദ എന്നുള്ളത് ഇസ്മു ഫീലാണ്. ഇസ്മു ഫീൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫീലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇസ്മു ഫീൽ. റുവൈദ എന്നതിന്റെ അർത്ഥം തമഹൽ എന്നാണ്, തമഹൽ. ഓക്കെ, അപ്പം ഇവിടെ 4 ഓപ്ഷൻ ആണുള്ളത്. ഫീലു ഹർഫാണോ, അല്ലെങ്കിൽ ഫീലു അംറാണോ, ഫീലു മുലാരി ആണോ, ഇസ്മു ഫീൽ മാലി ആണോ. ഓക്കെ, റുവൈദ ഇവിടെ ഒരുപാട് പിന്നെ ഹലുമ്മ, റുവൈദ, ദൂനക്ക, സ്വഹ്, അങ്ങനെ ഒരുപാട് ഇസ്മു ഫീൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. റുവൈദക്കന്റെ അർത്ഥം തമഹൽ എന്നാണ്. ഇത് ഇവിടെ എന്താണ്? ഇസ്മു ഫീൽ അംറാണ്. ഓക്കെ, ഇസ്മു ഫീൽ അംർ ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഫിൽ ജുംലത്തി ഇൻദഹു കിതാബുൻ ഖദീമുൻ. ഇവിടെ കലിമത്തു ഇൻദഹു എന്നുള്ളത് എന്താണ്? ലൊറഫാണോ, ഹാലാണോ, മുബ്തദ ആണോ, ഖബറാണോ? ഓക്കെ, അപ്പൊ അവന്റെ അടുക്കൽ
പഴയ കിതാബ് അവന്റെ അടുക്കലാണ് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ കിതാബുൻ ഖദീം എന്നുള്ളത്, ഓക്കെ, കിതാബുൻ ഖദീം എന്നുള്ള കിതാബ് ഇവിടെ എന്താണ്, മുബ്തദ ആണ്. ഇൻദഹു എന്നുള്ളത്, ഓക്കെ, പഴയ കിതാബ് അവന്റെ അടുക്കലാണ്. ഇൻദഹു എന്നുള്ളത് എന്താണ്, ഇവിടെ ഇവിടെ രണ്ട് ചാൻസ് ആണുള്ളത്. ഒന്നിരിക്കൽ ഖബർ, രണ്ടാമത്തത് ലൊറഫ്. ഓക്കെ, രണ്ടും ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മുബ്തദയോട് ഏറ്റവും ആപ്റ്റ് ആയത്, ഏറ്റവും യോജിച്ചത് ആണല്ലോ, ഖബറാണല്ലോ. അങ്ങനെ നമുക്ക് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അന്ന് അവിടെ ഖബറാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെയും ഖബർ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇൻദഹു കിതാബുൻ ഖദീമുൻ. ഓക്കെ, ഇനി അടുത്തത് അയിനൽ ജുംലത്ത് സ്വഹീഹ മിമ്മ യലി, താഴെ കാണുന്നതിൽ നിന്ന് സ്വഹീഹായ ജുംല തിരഞ്ഞെടുക്കാനാണ്. ഇത് അതതിന്റെ ബാബാണ്. ഖറഅത്തുൽ യൗമ ഇഹ്ദ അശറ കിതാബൻ, ഖറഅത്തുൽ യൗമ അഹദ അശറ കുതുബിൻ, ഖറഅത്തുൽ യൗമ അഹദ അശറത കിതാബൻ, ഖറഅത്തുൽ യൗമ അഹദ അശറ കിതാബൻ. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇതിൽ സ്വഹീഹായത് എടുത്തെഴുതാനാണ്. നമുക്കറിയാം അതതിന്റെ ബാബിൽ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ടല്ലോ. അപ്പൊ 3 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അത് മുദക്കറും മുഅന്നസും എന്ത് ചെയ്യും, അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, മുദക്കറും മുഅന്നസിലും ഇപ്പം സലാസത്തു അഖ്ലാം എന്ന് പറയും. ഓക്കെ, സലാസു അഖ്ലാം എന്ന് പറയും. സലാസത്തു അഖ്ലാം, ഖലം എന്നുള്ളത് അപ്പം അതായത് മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് എന്ത് ചെയ്യും, മുദക്കർ ആയിരിക്കും. മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും 3 മുതൽ 9 വരെ ഉള്ളതിൽ. എന്നാൽ ഇവിടെ അഹദ അസ്ര 11 ആണല്ലോ. 11, 12 ഈ 11ലും 12ലും എന്തായിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും. അതതും മഅദൂദും ഒക്കെ തസ്കീറിലും മുഅന്നസിലും, തസ്കീറിലും തഗ്നീസിലും ഒന്നും, മുഅന്നസിലും മുദക്കറിലൊന്നും അതതും മഅദൂദും ഒരു മാറ്റം ഉണ്ടാവില്ല, ഒക്കെ യോജിച്ചതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഖറഅത്തുൽ യൗമ, പിന്നെ അതുപോലെ മഅദൂദ് എന്തായിരിക്കും, മുഫ്രദായിരിക്കും. ഓക്കെ, മഅദൂദ് മുഫ്രദായിരിക്കും. അപ്പം ഖറഅത്തുൽ യൗമ ഇഹ്ദ അശറ കിതാബ് എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ, കിതാബ് എന്നുള്ളത് എന്താണ്, മുദക്കറാണല്ലോ. അപ്പൊ ഇവിടെ അഹദ എന്ന് വരേണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇഹ്ദ എന്ന് വന്നത് എല്ലാം യോജിച്ച് വരണം പറഞ്ഞത്. അതതും മഅദൂദും ഒക്കെ യോജിച്ച് വരണം. ഇനി അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ഖറഅത്തുൽ യൗമ അഹദ അശറ കുതുബ് എന്നുള്ളത് മുഫ്രദല്ലോ. കുതുബ് എന്നുള്ളത് ജംഅ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുഫ്രദായിട്ട് വരണം. മൂന്നാമത്തേത് ഖറഅത്തുൽ യൗമ അഹദ അശ്റത എന്നാണ്. കിതാബ് എന്നുള്ളത് എന്താണ്, മുദക്കറാണ്. അഹദ അശ്ര എന്ന് വരേണ്ടിയിരുന്നു. ഓക്കെ, അതതും മഅദൂദും ഒക്കെ യോജിച്ചതാവണം. നാലാമത്തതാണ് കറക്റ്റ് ആൻസർ. ഖറഅത്തുൽ യൗമ അഹദ അശറ കിതാബൻ. ഓക്കെ, എല്ലാം യോജിച്ച് വന്ന് അതതും മഅദൂദും ഒക്കെ എന്തായിട്ടും മുദക്കറായിട്ട് വന്നു. അതുപോലെ മഅദൂദായിട്ടുള്ള കിതാബ് ഉള്ളത് എന്തായിട്ടും മുഫ്രദായിട്ട് വന്നു. ഖറഅത്തുൽ യൗമ അഹദ അശറ കിതാബ് എന്നത് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് വരെ വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നുകൂടി ലുഗത്തിലേക്ക്, ഓക്കെ, ലുഗത്ത് ഒന്നുകൂടി കൂടുതൽ അറിയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പം സഅബാന് നമുക്കറിയാം, സഅബാന് സർപ്പാണ്. അതുപോലെ ദിഇബ് ചെന്നായിയാണ് ദിഇബ്. ഹിസാൻ എന്നുള്ളത് കുതിരയാണ്. അടുത്തത് നാമൂസ് കൊതുകാണ്. ഇതിന്റെ ഓരോന്നിന്റെയും ഓരോന്നിനെയും കുറിച്ചുള്ള സാധാരണ ഉപയോഗിക്കുന്ന, ഓക്കെ, ലോകത്തിൽ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ് ശേഷം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമുക്കിവിടെ സഅബാന്. ഇപ്പൊ ശേഷമുള്ളതിന്റെ അർത്ഥം യാവി എന്ന് പറഞ്ഞാൽ നമ്മൾ അലറ് അറിയില്ലേ, ഒരിടം അലറ്, അതാണ് യാവി. അതുപോലെ ലതഹ എന്ന് പറഞ്ഞാൽ കുത്ത എന്നുള്ള, പാമ്പിന്റെ കുത്തിനൊക്കെ ലതഹ എന്ന് പറയും. ഓക്കെ, പാമ്പ് കടിച്ചു എന്നുള്ളതിന്. മൂന്നാമത്തത് യൽസഉ ആണ്, കടിക്ക. ഓക്കെ, കൊതുകിന്റെ കടിക്കാണ് യൽസഉ എന്ന് പറയാം. പിന്നെ നാലാമത്തത് യസ്ഹലു എന്ന് പറഞ്ഞാൽ നല്ല ഘോര ശബ്ദങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഒച്ച ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്കറിയാം ഓപ്ഷൻ സഅബാൻ എന്നുള്ളത് ലതഹ സഅബാൻ എന്ന് പറയാം. പാമ്പ് കുത്തുന്നതിന് ലതഹ സഅബാൻ എന്ന് പറയും. പിന്നെ അടുത്തത് ദിഇബാണ്. ഓക്കെ, അപ്പൊ സാധാരണ ചെന്നായിയാണ് ഊരിടാറ്. യഅവി ദിഇബ് എന്ന് പറയും. അതുപോലെ ഹിസാൻ ആണ്, ഹിസാൻ കുതിര. യസ്ഹലുൽ ഹിസാനു, ഓക്കെ, കുതിരന്റെ ശബ്ദത്തിനാണ് യസ്ഹലുൽ ഹിസാൻ എന്ന് പറയാം. അടുത്തത് നാമൂസ്, യൽസഉ നാമൂസ്. ഓക്കെ, കൊതുകിന്റെ കടിക്കാണ് എന്ന് പറയാം കൊതുക് കടിക്കുന്നതിന് യൽസഉ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഖബ്ല ളുഹൂരിൽ ഇസ്ലാം കാനത്ത് ലുഗത്തുൽ യമനിൽ ഖദീമ. ഓക്കെ, യമന്റെ ലുഗത്ത് ഇസ്ലാമിന്റെ ലുഹൂറിന് മുമ്പ്, ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് യമനിന്റെ ലുഗത്ത് ഏതായിരുന്നു എന്നുള്ളത് ചോദ്യം. ഓക്കെ, ലുഗത്തുൽ ഇബ്രിയാണോ, ലുഗത്തുൽ നബത്തിയാണോ, ലുഗത്തുൽ മുദ്രിയാണോ, ഓക്കെ,
ലോകത്തുൽ ഖഹ്താനിയാണ്. ലോകത്തുൽ ഇബിരിയ നമുക്കറിയാം, ലോകത്ത് ഖുറൈശാണ്. ഓക്കെ, ലോകത്തുൽ മുദരിയ. ഇവിടെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, ലോകത്തുൽ 2 ലോകത്താണുള്ളത്, ഖഹ്താന്, അദ്നാന്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ലോകത്തുൽ ഖഹ്താൻ ആണ്. ഓക്കെ, ഖഹ്താന് അവര് യമനുകാരായിരുന്നു, അവര് യമനിൽ താമസിച്ച ആളുകളായിരുന്നു ഖഹ്താനുകാര്. അവരുടെ ഭാഷയായിരുന്നു ലോകത്തുൽ ഖഹ്താനിയ. ഓക്കെ, ഇസ്ലാമിനും. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലോകത്തുൽ ഖഹ്താനിയാണ്. ഓക്കെ, ലോകത്തുൽ അദ്നാനിയ ഹിജാസിലൊക്കെ താമസിച്ച ആളുകളായിരുന്നു ലോകത്തുൽ അദ്നാൻ. ഇനി അടുത്തത് അൽ മജ്മുഅത്തു സ്വഹീഹ ലി തവാരിഖി വഫാത്തി ശുഅറാ ഹസ്ബ തർതീബി തനാസുലി. ഓക്കെ, അപ്പം ജാഹിലി കാലഘട്ടത്തിലെ 3 ശുഅറാക്കളെ തന്നിട്ടുണ്ട്. സുഹൈർ നബി സൽമ, അംർ ഇബ്നു കുൽസും, അൻത്രത്ത് ഇബ്നു ഷദാദ്. ഈ 3 ആളുകളെ ഹസ്ബ തർത്തീബു തനാസുലിയിൽ എഴുതാനാണ്. തർത്തീബു തനാസുലി നമുക്കറിയാം, ആദ്യം അവസാനം മരിച്ച ആളുകൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. അങ്ങനെയാണ് തർത്തീബു തനാസുലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തർത്തീബു തനാസുലി. അപ്പൊ ഇവിടെ സുഹൈർ ബിൻ അബി സൽമയാണ് അവസാനമായിട്ട് മരിച്ചത്. 609 സുഹൈർ ബിൻ അബി സൽമയുടെ വഫാത്ത്. അതുപോലെ അൻത്രത്തുൽ ഷദാദ് 608. എന്നാൽ 600 നമ്മുടെ അംർ ഇബ്നു കുൽസൂം. അപ്പൊ അവസാനം മരിച്ച ആൾ ഇവിടെ സുഹൈർ ബിൻ അബി സൽമയാണ്, പിന്നെ അൻത്രത്തുൽ ഷദാദ് ആണ്, അംർ ഇബ്നു കുൽസൂമാണ്. പിന്നെ അപ്പം ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ഈ ഹസ്ബ തർത്തീബു തനാസുലി, അവസാനം മരിച്ച ആള് ആദ്യം കൊണ്ടുവരാൻ എന്ന തലത്തിൽ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്നാൽ കഴിഞ്ഞ 2003 ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ ഒരു ഹസ്ബ തർത്തീബു തനാസുലിന് എന്തായിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം മരിച്ച ആളുകളെ പിന്നെ കൊടുത്തിട്ട് അങ്ങനെ ആ ഓപ്ഷനാണ് ശരിയായി വന്നിട്ടുള്ളത്. ഇനി നോക്കുമ്പോ എന്താണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ, അംർ ഇബ്നു കുൽസൂം അതുപോലെ അൻത്രത്ത് ഇബ്നു ഷദാദ്, സുഹൈർ നബി സൽമ എന്തായിരിക്കും, ശരിയായിരിക്കും. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ കീ വന്നിട്ട് തന്നെ നോക്കേണ്ടി വരും. ഓക്കെ, ഹസ്ബ തർത്തീബു തനാസുലി അവസാനം മരിച്ച ആള് എന്ന് നിൽക്കുകയാണെങ്കിൽ സുഹൈർ നബി സൽമ അതുപോലെ അൻത്രത്ത് ഇബ്നു ഷദാദ്, അംർ ഇബ്നു കുൽസൂം എന്താണ് കറക്റ്റ് ആൻസർ ആണ്. 2023 വന്ന ക്വസ്റ്റ്യനിൽ അങ്ങനെ ഈ ഒരു സംഗതി പരിഗണിച്ചിട്ടില്ല. ആദ്യം മരിച്ച ആള് ആ രൂപത്തിലായിരുന്നു ആൻസർ കീയിൽ പിന്നെ ആൻസർ ശരിയായി വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഷായർ സൊഅലൂക്ക് ആണ്. നമുക്കറിയാം സൊഅലൂക്ക് 3 ഷായരികളാണ് പ്രധാനപ്പെട്ട. സൊഅലൂക്കിന്റെ ഷായർ തബത്തു ഷിറ, അർവത്ത് ബിനുൽ അവർദ്, ഉർവത്ത് ബിനുൽ വർദ്, അതുപോലെ ഷംഫരി. ഈ 3 ഷായരികളാണ്. അപ്പൊ 99 ആളുകളുടെ ബനി സൽമാനിലെ 99 ആളുകളെ വധിച്ച ആള് ഷായിർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ ആണ്, ഷംഫരിയാണ്. ഓക്കെ, ഷംഫരിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 4 അബ്ബാസി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 4 ശുഅറാക്കൾ തന്നിട്ടുണ്ട്. അവര് ജനിച്ച സ്ഥലം. ഓക്കെ, അതാണ് ചോദിച്ചത്. ഒന്നാമത് മുത്തനബിയാണ്, രണ്ടാമത്തെ ഇബ്നു റൂമിയാണ്, മൂന്നാമത്തത് അബൂ നവാസ്, നാലാമത്തത് മുഹ്തരിയാണ്. അപ്പൊ നമുക്കറിയാം മുത്തനബി കൂഫയിലാണ് ജനിച്ചത്, ഇബ്നു റൂമി ബഗ്ദാദിലാണ്, അബൂ നവാസ് അഹ്വാസിലാണ്, മുഹ്തരി എന്താണ് മംബജിലാണ്, സിറിയയിലെ മംബജിലാണ് മുഹ്തരി ജനിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് അശാഇറുല്ലദി ആതബ സൈഫുദ്ദൗല. അപ്പം ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അശാഇറുല്ലദി ആതബ സൈഫുദ്ദൗല. താഴെ കാണുന്ന ബൈത്തുകളിൽ സൈഫുദ്ദൗലയെ കുറ്റപ്പെടുത്തിയ ഷാഇർ ആരാണുള്ളത്? ഇവിടെ സൈഫുദ്ദൗല എന്നുള്ളത് എന്താണ്, ഒരു നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു സൂചന ആയിരുന്നു സൈഫുദ്ദൗലയെ മദ്ഹ് പാടിയ ആളാണ് നമ്മുടെ മുത്തനബി. ഓക്കെ, സൈഫുദ്ദൗലയെ 9 വർഷം മദ്ഹ് പാടിയ ആളാണ് മുത്തനബി. അപ്പൊ ഓൾറെഡി സൈഫുദ്ദൗലയെ കുറ്റപ്പെടുത്തിയ ആള് മുത്തനബി ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താമായിരുന്നു, കവിതയിലേക്കൊന്നും നോക്കാതെ. ഓക്കെ, അനല്ലദീന നദറൽ അഅ്മാ ഇലാ അദബി വഅസ്മഅത് കലിമാതി മൻ ബിഹി ഇസ്മമു. അദ്ദേഹം പറയാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം ഒരു അഹങ്കാരത്തോടു കൂടെ ഏത് കണ്ണുപൊട്ടന് പോലും എന്താവും എന്റെ അദബ് അത്ര ടോപ്പാണ്, എന്റെ സാഹിത്യം അത്ര ടോപ്പാണ്, ഏത് കണ്ണുപൊട്ടനും അതുപോലെ പിന്നെ ബദിരനും മുഖനും ഒക്കെ എന്ത് ചെയ്യും, എന്റെ അദബിലേക്ക് എന്ത് ചെയ്യും നോക്കും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ആമയും എന്റെ അദബിലേക്ക് എന്ത് ചെയ്യും നോക്കും, അതുപോലെ ബദിരൻ എന്ത് ചെയ്യും, പിന്നെ ചെവി കേൾക്കാത്ത ആള് എന്റെ കലിമത്തുകളെ കേൾക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്ന്. അങ്ങനെ അതാണ് ആ കവിതയുടെ അർത്ഥം. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ മുത്തനബിയാണ് സൈഫുദ്ദൗലയെ മദ്ഹ് ചൊല്ലിയ ആള്. സൈഫുദ്ദൗലയുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആള് മുത്തനബി ആയിരുന്നു. അവിടെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താമായിരുന്നു. ഓക്കെ,
ഇനി അടുത്തത് ബൈത്താണ്. ഫകുല്ലി മൻ യദ്ദഈ ഫിൽ ഇൽമി ഫൽസഫതൻ അറഫത് ശൈഅൻ വഖാബത് അൻക അഷ്യാഉ. ഈ ഒരു ബൈത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അബുൽ അതാഹിയ, മുത്തനബി, അബു നവാസ്, ബഷാർ ഇബ്നു ബുർദ്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമുക്കറിയാം അബു നവാസ് ആണ് ഈ ഒരു ബൈത്തിന്റെ സാഹിബ്. ഈ ഒരു ബൈത്ത് എഴുതിയത് അബു നവാസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് ഒരു പിന്നെ പുറത്ത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഓക്കെ, പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സിലബസിൽ ഇല്ലാത്ത. അല്ലദീ യുനദ്ദിമു ഫീഹി ശാഇറു ഖസീദത്തൻ കാമില. ഓക്കെ, ഒരു ശായിർ എന്ത് ചെയ്യും, ഒരു ഖസീദ, അദ്ദേഹം ഒരു ഖസീദ പൂർത്തിയാക്കും. അല ഹർഫിൻ വാഹിദിൻ ബിഹൈസു തബ്ദഉ കുല്ലു അബിയാതിഹ ബിനഫ്സിൽ ഹർഫി. ഓക്കെ, എല്ലാ ബൈത്തും തുടങ്ങലും അവസാനിക്കലും ഒരേ ഹർഫ് കൊണ്ടായിരിക്കും. അങ്ങനത്തെ ബൈത്ത് ഏതാണെന്ന് ചോദിച്ചത്. ഓക്കെ, എല്ലാ ബൈത്തും ഖസീദയും എല്ലാ ബൈത്തും ഓക്കെ, ഖസീദയിലെ എല്ലാ ബൈത്തും തുടങ്ങലും അവസാനിക്കലും ഒരേ ഹർഫിലായിരിക്കും. അങ്ങനത്തെ ഖസീദ ഏതാണുള്ളതാണ്. ഇവിടെ നമുക്ക് സ്കിപ്പ് പിന്നെ റൗള, ഗസല്, സജ്ല്, റുബാഇയ്യാത്ത് ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിലിപ്പം പിന്നെ കവിതയുടെ നൗഉമിന ഷിഅർ നൗഉ ഷിഅറായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് സജ്ല്, നമുക്കറിയാം സജ്ല്, പിന്നെ റുബാഇയ്യാത്ത്. ഈ 2 നൗഉ ഷിഅറായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഗസല്, റൗള എന്നുള്ളത് പിന്നെ ഒരു അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഗസല് എന്നുള്ളത് നമുക്കറിയാം ആറാദു ഷിഅറിൽ പെട്ട ഒരു സാധനമാണ് ഗസല്. ഓക്കെ, ഹിജാ, ഇതുപോലെ വസ്ഫ്, ഗസലൊക്കെ ഉണ്ടല്ലോ, അതിൽ പെട്ടതാണ് ഗസല്. സജ്ല്, റുബാഇയ്യാത്ത് ഈ 2 ഓപ്ഷനാണ് നമുക്ക് സംശയമുള്ളത്. സജ്ല് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഇതിൽ റുബാഇയ്യാത്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. റുബാഇയ്യാത്ത് നമുക്കറിയാം 4 കവിതകളാണ്, സോറി ഒരു ഖസീദയിൽ 4 ബൈത്തുകളാണ് പിന്നെ ഈ ഒരു ഖസീദയിൽ ഉണ്ടാവുക. അങ്ങനെയാണ് റുബാഇയ്യാത്ത് എന്ന് പേര് വരാനുള്ള കാരണം. അപ്പം അതിന്റെ തുടക്കവും അവസാനവും ഒക്കെ ഓരോ ബൈത്തിന്റെയും തുടക്കവും അവസാനവും ഒരേ ഹർഫ് കൊണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അൽ ബഹറുല്ലദി അലാഫഹുൽ അഖ്ഫശി. അഖ്ഫശി ആഡ് ചെയ്ത ബഹർ. നമുക്കറിയാം 16 ബഹറാണുള്ളത്. അതിൽ 15 എണ്ണവും ആര് നമ്മുടെ ഓക്കെ 16 ബഹറാണുള്ളത്. ഓക്കെ, പിന്നെ അതിൽ അഖ്ഫശി ആഡ് ചെയ്ത ബഹർ ഏതാണുള്ളതാണ്? കാമില്, അതുപോലെ റംല്, ഖുബബ്, വാഫിർ. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ബഹറുൽ മുത്തദാരിക്ക്, ഒരു കുറച്ചൊരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബഹറുൽ മുത്തദാരിക്ക് അഖ്ഫശിയാണ്. നമ്മൾ സാധാരണ പറയല് ബഹറുൽ മുത്തദാരിക്ക് ആണല്ലോ. ബഹറുൽ മുത്തദാരിക്ക് അഖ്ഫശിയാണ് ആഡ് ചെയ്തത്. എന്ത് ചെയ്യാം, നമുക്കറിയാം ബഹറുൽ മുത്തദാരിക്കിനെ മറ്റൊരു പേരാണ് എന്ത്, ഖബബ്. അതുപോലെ ബഹറുൽ മുഹദ്ദസ്, ബഹറുൽ മുഖ്തരി, ബഹറുൽ മുത്തസിഖ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ബഹറാണ് ബഹറുൽ ഖുബബ്. ഓക്കെ, ബഹറുൽ മുത്തദാരിക്ക് അതിന്റെ മറ്റൊരു പേരാണ് ഖുബബ്. ഓക്കെ, ഖബബ് അത് ഇതിലേക്ക് ബഹറിലേക്ക് ചേർത്തത് അഖ്ഫശിയാണ്. ഓക്കെ, അഖ്ഫശിയാണ്. ഇനി അടുത്തത് 138. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതില് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബലാഗയിലെ ഭാഗമാണ്. അപ്പൊ ഒന്നാമത്തത് അൽ കലാമുൽ ബലിയഖു യജിബു അൻ യകൂന ഫസീഹൻ. അൽ കലാമുൽ ബലിയഖു യജിബു അൻ യകൂന ഫസീഹൻ ശരിയാണല്ലോ. ഓക്കെ, രണ്ടാമത്തേൽ തസ്ബീഹ് അർബഅത്തു അർക്കാനിൻ. തസ്ബീഹിന് 4 റുക്നുകൾ ഉണ്ട്. മൂന്നാമത്തത് തസ്ബീഹ് തംസീലി. ഓക്കെ, തസ്ബീഹ് തംസീൽ എന്തുണ്ടാവില്ല, അതിലെ വജ്ഹ് ശിബ് മുഫ്രദായിരിക്കില്ല. അതിലെ വജ്ഹ് ശിബ് സൂറത്ത് മുൻതസിഅത്തൻ മുതഅദ്ദിദ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മുഫ്രദാവില്ല. നാലാമത്തെ ഓപ്ഷന് മുശബ്ബഹു ബിഹി എന്തായിരിക്കും, മുശബ്ബഹിനേക്കാളും അഖ്വയും അദ്ഹറുമായിരിക്കും, അത് ആവല് നിർബന്ധമാണെന്നുള്ളതാണ് 4ാമത്തെ ഓപ്ഷൻ. ഒറ്റ രീതി നോക്കുമ്പോൾ 4 ഓപ്ഷൻ എന്താണ്, ശരിയാണ്. ഫസ്റ്റത്തെ 3 ഓപ്ഷൻ എന്തായാലും ശരിയാണ്. പിന്നെ നമുക്ക് ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയത് 4ാമത്തതാണ്. ഓക്കെ, അതായത് നമുക്കറിയാം വജുഹിഷിബിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം, വജുഹിഷിബില് പിന്നെ മുശബ്ബഹ് ബിഹി മുശബ്ബഹിനേക്കാൾ എന്ത് ചെയ്യണം, അഖ്വയാവണം എന്നൊരു ഇത് നോക്കിയിട്ട് 4ാമത്തെ ഓപ്ഷൻ എന്താണ്, മിസ്റ്റേക്ക് ആണ്. ഇവിടെ ഒറ്റടിക്ക് മുശബ്ബഹ് ബി മുശബ്ബഹിനേക്കാളും അഖ്വയാവണം, ഓക്കെ അദ്ഹറാവണം എന്ന് കൊടുത്തിട്ടുള്ളൂ. വജുഹിഷിബിന്റെ വിഷയത്തിൽ നിന്നുള്ള എന്തായിട്ടില്ല, നൽകിയിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ 4ാമത്തെ ഓപ്ഷൻ എന്താണ്, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി അടുത്തത് തസ്ബീഹുൽ മുഅക്കദ്. സിമ്പിൾ ആണ്, നമുക്കറിയാം തസ്ബീഹുൽ മുഅക്കദ്, തസ്ബീഹുൽ മുർസല്, അങ്ങനെ ഒരുപാട് തസ്ബീഹുകളുണ്ട്. തസ്ബീഹുൽ മുജ്മൽ, മുഫസ്സൽ ഒക്കെ. അപ്പൊ തസ്ബീഹുൽ മുഅക്കദ് എന്താണുള്ളതാണ്, അത് വജ്ഹ് ശിബ്ഹ് കളഞ്ഞതിനാണോ, അല്ലെങ്കിൽ വജ്ഹ് ശിബ്ഹ് പറഞ്ഞതാണോ, അല്ലെങ്കിൽ അദാത്തിനെ കളഞ്ഞതാണോ, അല്ലെങ്കിൽ അദാത്തിനെ പറഞ്ഞതാണോ? ഓക്കെ, നമുക്കറിയാം സിമ്പിൾ ആണ്. തസ്ബീഹുൽ മുഅക്കദ് അദാത്തിനെ കളഞ്ഞതിനാണ് എന്ത് ചെയ്യാം, തസ്ബീഹുൽ മുഅക്കദ് എന്ന് പറയാം.
ഓക്കെ ഓക്കെ, അത് അതിനെ കളഞ്ഞതാണ് എന്ത് തസ്ബീഹ്. ഇനി അടുത്തത് فأما اليتيم فلا تقهر وأما السائل فلا تنهر فأما اليتيم فلا تقهر وأما السائل فلا تنهر. ഈ ആയത്ത് ഏതാണത്? ഈ ആയത്ത് എന്തിന്റെ മിസാലാണ്? തിബാക്കിന് മിസാലാണോ, അല്ലെങ്കിൽ ജിനാസിന് മിസാലാണോ, തൗരിയത്തിന് മിസാലാണോ, ഓക്കെ, അല്ലെങ്കിൽ മജാദ് മുർസലിന് മിസാലാണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് നമ്മുടെ ബലാഗത്തുൽ വാദിഹയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. നമുക്കറിയാം ഇതിന്റെ ആൻസർ ജിനാസ് ആണ്. ജിനാസ് എന്ന് പറഞ്ഞാല് ലഫ്ലിലും മാനയിലും ഒക്കെ, തുക്കിലും മാനയിലും ഒക്കെ രണ്ട് ലഫ്ലുകൾ എന്ത് ചെയ്യാം, മുഷാബഹത്തായിട്ട് വരാം. രണ്ട് ലഫ്ലുകൾ തശാബുഹായി വരുന്നതിനാണ് ജിനാസ് എന്ന് പറയാം. അപ്പൊ ജിനാസ് താമ് വൈറ് താമ് ഇങ്ങനെ രണ്ട് ജിനാസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫമ്മൽ യതീമ ഫലാ തഖ്ഹർ, അപ്പൊ ജിനാസ് എന്ത് ചെയ്യണം? അതിന് നാല് കാര്യം, അതുപോലെ ഹർഫിന്റെ അതുപോലെ ഷെക്കില്, അതിന് ഹർഫിന്റെ എണ്ണം, തർത്തീബ്, ഇങ്ങനെ 4 വിഷയത്തിൽ എന്ത് ചെയ്യണം? ഒക്കണം. ഈ 4 വിഷയത്തിൽ ഒത്തതിനെയാണ് ജിനാസ് താമ് എന്ന് പറയാം. ഈ 4 വിഷയത്തിൽ ഒക്കാത്തതിനെയാണ് ജിനാസ് ഗൈറു താം എന്ന് പറയാം. ഇവിടുത്തെ വിഷയം ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. ഇവിടെ എന്തായിട്ടില്ല? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. ഇവിടെ ഇവിടെ എന്തായിട്ടില്ല? തർത്തീബ് ഒത്തിട്ടില്ല. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. ഇവിടെ നൗൽ ഹുറൂഫാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സിമ്പിൾ ആണ്, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് ജിനാസ് ആണ്. ഓക്കെ, ഉത്തരം ഇവിടെ ജിനാസ് ആണ്. ജിനാസ് ഗൈറു താം ആണ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്നുള്ളത്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ എന്നുള്ളത് ജിനാസ് ഗൈറു താം ആണ്. കാരണം എന്താ? ഇവിടെ ഒരു ഭാഗത്ത് തഖ്ഹർ എന്നാണ്, രണ്ടാമത്തത് തൻഹർ എന്നാണ്. ഓക്കെ, നൗൽ ഹുറൂഫ് എന്തായിട്ടുണ്ട്? ഇവിടെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ജിനാസ് ആണ്. ഓക്കെ, ആൻസർ ഒറ്റടിക്ക് ജിനാസ് ആണ്. ഇനി അടുത്തത് وتدور معظم رواياته حول العلاقة الجوهرية تربط الإنسان بالطبيعة الصحراوية. ഒരു ഇമ്പോർട്ടന്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് അദ്ദേഹത്തിന്റെ മുഴുവൻ റിവായയും 4 ഓപ്ഷൻ ആണ്: ഹന്നാമിന, നജീബ് മഹ്ഫൂദ്, അഹ്ലാൻ മുസ്തഖാനമി, ഇബ്രാഹിം അൽ കൂനി. ഈ 4 മുഴുവൻ റിവായയും എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രകൃതിയും അതുപോലെ സൊഹ്റാവിയ, മരുഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ എല്ലാ റിവായയും. ഇത് ആരെ കുറിച്ചാണെന്നാണ് ചോദ്യം. ഹന്നാമിനെയാണോ, നജീബ് മഹ്ഫൂദ് ആണോ, അഹ്ലാൻ മുസ്തഖാനമിയാണോ, ഇബ്രാഹിം അൽ കൂനിയാണോ? ഓക്കെ, സിമ്പിൾ ആണ്. ആൻസർ ഇബ്രാഹിം അൽ കൂനിയാണ്. ഇബ്രാഹിം അൽ കൂനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഓക്കെ, കാത്തിബു സൊഹറ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇബ്രാഹിം അൽ കൂനി. അദ്ദേഹത്തിന്റെ മുഴുവൻ റിവായകളും, ഒരുപാട് റിവായകളുണ്ട്, എല്ലാ റിവായയും പിന്നെ സൊഹറായിനെ കുറിച്ച് എഴുതിയതാണ് അദ്ദേഹത്തിന്റെ റിവായകൾ. ഒരുപാട് പഠനങ്ങളൊക്കെ നടന്ന റിവായകളാണ്. ഇനി അടുത്തത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: തൊബീബും വ കാത്തിബ്. ഓക്കെ, അദ്ദേഹം ഡോക്ടറും എഴുത്തുകാരനുമാണ്, അതുപോലെ മന്ത്രിയാണ്, അതുപോലെ കാത്തിബുൻ മസ്രഹിയുൻ, അദ്ദേഹം വക്കീലായിട്ട് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ വാലിദു ഹാദൽ അദീബുൽ കബീർ ഖാന മുമസ്സിലൻ, അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മ സ്വഹീഫത്ത്, പിന്നെ ഒരു പത്രത്തിന്റെ ആളൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, യഹ്യ ഹക്കി, ഗാസി അബ്ദുറഹ്മാൻ ഖുസൈബി, യൂസുഫ് ഇദ്രീസ്, ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പൊ തൊബീബും ഖാത്തിബ് നമുക്കറിയാം. യൂസുഫ് ഇദ്രീസ് ഇത് എന്താണ്? ഇതിൽ തൊബീബായിട്ടുള്ള ആകെ ഒരാളുള്ളൂ, അത് യൂസുഫ് ഇദ്രീസ് ആണ്. അപ്പൊ അങ്ങനെ ഓപ്ഷനിലേക്ക് എത്താൻ കഴിയും. ഇതിൽ ഡോക്ടറായിട്ട് ആകെ ഒരാളുള്ളൂ, തൊബീബും വ കാത്തിബുൻ യൂസുഫ് ഇദ്രീസ് ആണ്. അതുപോലെ വസീറും വ കാത്തിബും വ ഷായിറുൻ, അതുപോലെ കാത്തിബും മസ്രഹിയുൻ അമീർ ബിൽ മുഹമ്മദി വസൽക്ക് ഡിപ്ലോമാസി, ഇങ്ങനെ ഒരാളുള്ളൂ. ഇയാളും നമ്മുടെ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസും അദ്ദേഹം വക്കീലായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെ യഹ്യ ഹക്കിയും വക്കീലായിരുന്നു. ഓക്കെ, യഹ്യ ഹക്കിയും വക്കീലും അതുപോലെ ഡിപ്ലോമാറ്റിക് മേഖല ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് യഹ്യ ഹക്കി. അപ്പം ഇവിടെ തൊബീബും കാത്തിബും യൂസുഫ് ഇദ്രീസ് ആണ്. അതുപോലെ വസീറും കാത്തിബും ഷായിറുൻ. ഓക്കെ, ഗാസിൽ ഖുസൈബിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വസീർ ആയിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം ഇലക്ട്രിക്കൽ വസീർ, അതുപോലെ വസീർ സിഹ ആയിട്ടുണ്ട്, ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുണ്ട്, അതുപോലെ വ്യവസായിക മന്ത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മന്ത്രിയായ ആളാണ് നമ്മുടെ ഗാസിൽ ഖുസൈബി. അപ്പൊ അദ്ദേഹമാണ് വസീറും വ കാത്തിബും വ ഷായിറും എന്നുള്ളത് ഗാസിൽ ഖുസൈബിയിലേക്കാണ്. അതുപോലെ കാത്തിബും മസ്രഹി അമീർ ബിൽ മുഹമ്മദി വസൽക്ക് ഡിപ്ലോമാസി എന്നുള്ളത് യഹ്യ ഹക്കിയിലേക്കാണ്. പിന്നെ അവസാനത്തെ ഓപ്ഷൻ എന്തായാലും ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ആണ്. ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഉപ്പ എന്താണ്? മുഹന്ദിസ് ആണ്. അദ്ദേഹത്തിന്റെ ഉപ്പ എഞ്ചിനീയർ ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മക്ക് എന്തുണ്ട്?
അദ്ദേഹത്തിന് ഉമ്മക്ക് ഒരു പത്രമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, റൗസുൽ യൂസുഫ് എന്ന മജല്ലയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ. ഓക്കെ, അപ്പം ഓപ്ഷൻ മിനിറ്റ് ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് അൽ മസ്റഹിയുല്ലദി ഫാസ ബി ജായിസത്തി സുൽത്താൻ ഉവൈസ് സഖാഫിയ എന്ന ജായിസ എന്ന നോബൽ നേടിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിവായിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മസ്റഹിയിൽ തന്നെ ഈ സുൽത്താൻ ഉവൈസ് എന്ന നോവൽ നേടിയ ആള് ആരാ എന്നുള്ളതാണ്. ഓക്കെ, തൗഫീഖുൽ ഹക്കീം ആണോ, അലി അഹമ്മദ് ബാക്കസീർ ആണോ, അസീസ് ഉബാദയാണോ, സഅദുല്ലാഹി വന്നൂസ്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് കിതാബിൽ പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പം സഅദുല്ലാഹി വന്നൂസ് ആണ് ഇതിന്റെ ആൻസർ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മസ്റഹിയിൽ എന്തായിട്ടുണ്ട്, അദ്ദേഹം ജായിസത്ത് സുൽത്താൻ ആവീസ് എന്തായിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. അദ്ദേഹം ഇനി അടുത്തത് മസ്റഹിയാത്തു ഹാറൂത്ത് മാറൂത്ത് മഅ്സാത്തു അദീബ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരുടെ മുഅല്ലഫാത്ത് എന്നുള്ളതാണ്. അസീസ് ഉബ്ബാദ, സഅദുല്ലാഹി വന്നൂസ്, തൗഫീഖുൽ ഹക്കീം, അലി അഹമ്മദ് ബാക്കസീർ. സിമ്പിൾ ആണ്. ഈ ഒരു അലി അഹമ്മദ് ബാക്കസീറിന്റെ 2 മസ്റഹിയത്താണ്, ഹാറൂത്തും മാറൂത്തും, അതുപോലെ മഅ്സാത്തു അദീബ്. ഇനി അടുത്തത് അന്നാഖിദുല്ലദി തഖല്ലദ മൻസിബു വസീറു തഅലീം വൽ ബഹ്സുൽ ഇൽമി. അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്ത നാഖിദ് ആരാണെന്നുള്ളതാണ്. ഇവിടെ നാഖിദ് നമ്മൾ ഓപ്ഷനിൽ തന്ന 4 ആളുകളും നാഖിദീങ്ങളാണ്. നമി ഇലാൽ, മുഹമ്മദ് മന്ദൂർ, അഹമ്മദ് ഷായിബ്, അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഒക്കെ, അബ്ദുൽസലാം അൽ മസദി ഒക്കെ. ഓക്കെ, അദ്ദേഹത്തിന്റെ നാട്ടിൽ തുനീഷ്യയിലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു അബ്ദുൽസലാം മസദി. ഓക്കെ, അദ്ദേഹമാണ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് എ കറക്റ്റ് ആൻസർ. അബ്ദുൽസലാം മസദി ആണ് ആൻസർ. ഇനി അടുത്തത് 140, പിന്നെ ഇനി അവസാനത്തെ 3 ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അൽ ഫന്നുൽ അദബി അല്ലദി വസഫഹു അഹ്മദ് ഹസൻ സയ്യാദ് ഖായിലൻ വഖൗസുഹു സഹറ വഖശൂനത്തുൽ ഐശി വഹുദിയത്തുൽ ഫിക്ർ വതബീഅത്തുൽ ജവ് വസസാജത്തുൽ ബദവി കുല്ലു ഉലൈക തബഅഹു ബിതാബിൻ ഖാസിൻ. ഓക്കെ, വമാസിൻ ബസ്മതൻ ലാഹിറതൻ എന്ന് ഫന്നുൽ അദബ് സാഹിത്യത്തെ കുറിച്ച് അഹമ്മദ് ഹസൻ സയ്യാദ് വസ്ഫ് ചെയ്തതാണ്. ഇത് എന്തിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വസ്ഫ് അദ്ദേഹം നടത്തിയത്, ഇങ്ങനെ ഒരു വിശേഷണം അദ്ദേഹം നടത്തിയത് എന്തിനെ കുറിച്ച് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അൽ ഖിതാബത്തുൽ ജാഹിലിയയാണോ, അല്ലെങ്കിൽ അൽ ഹുക്മുൽ അംസാലാണോ, ഷെയ്റുൽ ജാഹിലിയയാണോ, അതുപോലെ ഷെയ്റുൽ ഇസ്ലാമിയാണോ? ഓക്കെ, അതായത് പിന്നെ അന്നത്തെ കാലഘട്ടത്തിലെ എഴുത്ത്, മരുഭൂമി, അതുപോലെ ജീവിതത്തിന്റെ കാഠിന്യം, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, അന്തരീക്ഷത്തിന്റെ സ്വഭാവം, ഇതിനൊക്കെ കുറിച്ചായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എന്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളാണോ, അല്ലെങ്കിൽ ഷെയറുകളാണോ, ഹിക്കമു അംസാലുകളാണോ, ഷെയ്റുൽ ഇസ്ലാമിയാണോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കൊടുത്തത് എന്തിനെ കുറിച്ചാണ്? ഡയറക്റ്റ് അതിൽ അസസിയാത്തുള്ളതാണ്. ആൻസർ അഷെയ്റുൽ ജാഹിലിയാണ്. ഓക്കെ, അഷെയ്റുൽ ജാഹിലിയാണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ജാഹിലി കാലഘട്ടത്തിൽ ഷെയറിൽ ജീവിതത്തിന്റെ കറക്റ്റ് പിന്നെ അർത്ഥങ്ങൾ, അതുപോലെ അവർക്ക് ഇഷ്ടത്തിൽ കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യവും, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതായിരുന്നല്ലോ ജാഹിലി കാലഘട്ടത്തിലെ ഷെയർ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. ഇനി അടുത്തത് 149 ഒരു ബൈത്താണ്. ലാ തസ്തരിൽ അബ്ദ ഇല്ലാ വൽ അസാ മഅഹു ഇന്നൽ അബീദ ലഅൻജാസുൻ മനാഖീദു ഖായിലു ഹാദൽ ബൈത്ത്. ഈ ബൈത്ത് ആരുതാന്നുള്ളതാണ്. സിമ്പിൾ ആണ്. പിന്നെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. നമുക്ക് അദ്ദേഹം മുത്തനബിയുടെ ബൈത്താണ്. മുത്തനബിയുടെ ബൈത്ത് തന്നെ 2-3 ബൈത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മുത്തനബിയുടെ ബൈത്താണ്. ഓക്കെ, ഇനി അടുത്തത് ഇസ്തഹറ ബി ഷാഇർ റൂമിയാത്ത് എന്ന ഷാഇർ റൂമിയാത്ത് എന്നറിയപ്പെടുന്ന ആള് ആരാണെന്നുള്ളത് ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. എന്നിരുന്നാലും നമ്മൾ പഠിച്ചു വെക്കേണ്ട ആളാണ്. മുമ്പൊക്കെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അബു ഫറാസുൽ ഹമദാനി. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷനായിട്ട് അബുൽ അലാൽ മാരി, അബു തമാം ബുഹ്തരി, അബു ഫറാസുൽ ഹമദാനി. ഓക്കെ, ഷാഇർ റൂമിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് അബു ഫറാസുൽ ഹമദാനിയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം പറയുകയാണ്, നമ്മൾ ചിലതൊക്കെ അധികം വിശദീകരിക്കാതെ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കറക്റ്റ് ആൻസർ പിന്നെ എന്താ പറയാ, നമുക്ക് സാധ്യതയുള്ള ആൻസറുകളാണ്. ചില ആൻസറുകളൊക്കെ ഷുവറാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ എന്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധ്യതകളുണ്ട്. അപ്പം കറക്റ്റ് ആൻസർ കീ വന്നാൽ തന്നെ നമുക്ക് പിന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും. ബാക്കി 50 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ്, അസ്സലാമു അലൈക്കും.